നന്മകൾ വലമായി രാജപാമിനിയും ബറോവൽ ഓഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ മറിയാമിൻ സ്മരണം ശുഭഹോല ബോല ബറോവൽ ഓഹോ കാദീശോ രുതേ മാതാവേ ഭയവാൻ പന പോലെ തളുത്തിടുമേ ഹല്ലേലൂയ വളരുമവൻ ലബിനോൻ കാരകിൽ പോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ സഹദാ ഭാഗ്യം നീതിയാക്കും ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ പരിശുദ്ധന്മാരെ നിങ്ങൾ Thank you friends for joining. Thank you for watching. Anu Parangot, Jacob Koshi, Soji Niravattu Kandathil, Saji Varghese, William Matthew, Jacob C. Samuel, Shalin Shaji, Binu George, Shine Philip, Shaji Samuel, Yobin Koshi, Cherian Albert, Yohanan, Ashley A. Sizas, James Joseph, Dilip Kurian Varghese, Paul Sergeant, Taliwala Parambil, Philip K.M., Anita Abraham, Anil Joy, Joji George, Bensi Philip, Jacob C. Samuel, Joseph P.A., Philip Stephen Tengandarayil, Lalukutti Varghese, Sergeant Padikal, Lijo Thomas,
ജോജി ജോർജ്, തോമസ് അലക്സാണ്ടർ ചാക്കോ, ലീനോസ് ഡേവിഡ്, ചാർലി ജോർജ്, നൈനാൻ എബ്രഹാം, ഷവലിയർ തോമസ്, ഡാനിയൽ കരിമ്പനക്കൽ, അലക്സാണ്ടർ മാത്യു, പ്രദീപ് മാത്യു, ഐസക് ജോർജ് ഉള്ളാട്ടിൽ, ബിജു പീഡിയേക്കൽ, സുജ അലക്സ്, ജോസ് മാത്യു, റാജി ലോറൻസ്, ആലിസ് ചെറിയാൻ, ജോയ് കെ എസ്, പോൾ മുണ്ടക്കൽ, ജിജി എബ്രഹാം, പുളിക്കീഴ് തോമസ്, ജോസ് മാത്യു, ലോറൻസ് മാണി, അനീഷ് കെ ഉമ്മൻ, ജോസ് ഫ്രാൻസിസ്, സൂസൻ ജോസഫ്, ജോ തോമസ് പത്തനാപുരം, ബേബി ബിജിലാൽ. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. അലക്സി മുല്ലുവിള, നമസ്കാരം അലക്സ്. വർഗീസ് പി മാത്യു, പേര് പറയാത്തവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കുക്കിലിയനാണ്. കുക്കിലിയൻ എന്നാൽ സുറിയാനി സഭയിലെ ഒരു ഗീതമാണ്, ആവർത്തിച്ച് പാടുന്നതാണ് കുക്കിലിയോൻ. അത് ഹാലേലുയ ഇടയ്ക്ക് വരികയും ആവർത്തിച്ച് പാടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഇപ്പോൾ ഒരു കുക്കിലിയൻ, നിന്നാൾ സ്തുതിയോട് രാജമകൾ, അത് മാതാവിൻ്റെ കുക്കിലിയനായിട്ടാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അതിലൊരു ചോദ്യം, അതെങ്ങനെയാണ് മാതാവിൻ്റെ കുക്കിലിയനാകുന്നത്? വളരെ വ്യക്തമായി 45-ാം സങ്കീർത്തനമാണ് അതിൽ ആലപിക്കുന്നത്. ആ ചോദ്യം അവർ പലരോടും ചോദിച്ചിട്ടും അതിന് ഉത്തരമില്ല. കാരണം 45-ാം സങ്കീർത്തനം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ വാഹനമേറി കൃതാർത്ഥനായി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ. നീ നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ, നിന്റെ കൂട്ടുകാരി പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം 100 ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഈ സങ്കീർത്തനം എല്ലാ വിഭാഗം ക്രൈസ്തവർക്കും വളരെ പ്രിയപ്പെട്ട സങ്കീർത്തനമാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിവാഹ ശുശ്രൂഷകളിൽ ഈ സങ്കീർത്തനം വായിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കും ഫെമിലിയറാണ്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച്, ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വാക്കുകൾ മശിഹ പ്രവചനമായിട്ട് നമ്മൾ പുതിയ നിയമത്തിന്റെ പുറങ്ങളിൽ കാണുന്നുണ്ട്. ദൈവം കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് എന്ന് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷെ ഈ സങ്കീർത്തനമാണ് നമ്മൾ ഈ കുക്കിലിയോനിൽ കേൾക്കുന്നത്. ആ കുക്കിലിയോൻ എങ്ങനെയാണ് മാതാവിൻ്റേത് ആയി മാറുന്നത്? പരിശുദ്ധ മറിയവുമായിട്ട് എന്താണ് ബന്ധം? കാരണം ഇത് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുമ്പം ഇത് സഭയെക്കുറിച്ച് ആണ് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നമ്മൾ കാണുമ്പോൾ മാതാവിനെ കുറിച്ചാണ് എന്ന് പരിശുദ്ധ മറിയവുമായിട്ട് ബന്ധം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സഭ മാതാവിൻ്റെ കുക്കിലിയോനായിട്ട് അല്ലെങ്കിൽ മാതാവിന് വേണ്ടി ഓർക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കത് പാട്ട് വളരെ, അല്ലെങ്കിൽ ആ കുക്കിലിയൻ വളരെ നിങ്ങൾക്ക് ഫെമിലിയറാണ്. നിന്നാൾ സ്തുതിയോട് രാജമകൾ, ഹാലേലൂയ്യ, നിൻ വലമായി രാജഭാമിനിയും.
നിന്നഴകരജൻ മോഹിപ്പാൻ. അതാണ് ഈ സങ്കീർത്തനങ്ങളിലെ 11-ാമത്തെ വാക്യത്തിൽ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാർ, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിച്ചായിക്ക. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ആദിമ സഭാപിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെ സഭയുടെ ആൾരൂപമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. മറിയവും സഭയും രണ്ടല്ല, മറിച്ച് ഒന്നാണ്. നാശകരമായ പാശ്ചാത്യ സുവിശേഷം കേട്ട് ശീലിച്ച ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് വിപരീത ഉപദേശമോ ദുരുപദേശമോ ഒക്കെ ആയിട്ട് തോന്നാം. എന്നാൽ സത്യത്തിൽ പരിശുദ്ധ മറിയവും സഭയും രണ്ടല്ല, മറിച്ച് ഒന്നാണ്. നിങ്ങള് ഒരു സീഡ് എടുക്കുക, ഒരാപ്പിളിന്റെ സീഡ്, ഒരാപ്പിളിന്റെ വിത്ത് അല്ലെ ആപ്പിളിന്റെ കുരു നിങ്ങൾ കയ്യിലെടുത്ത് നോക്കിയാൽ അതുള്ള ഒരു ആപ്പിളിന്റെ കുരു മാത്രമാണ്. എന്നാൽ ആ ആപ്പിൾ കുരുവിൽ ഒരാപ്പിൾ മരം മറഞ്ഞിരിപ്പുണ്ട്, അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ആപ്പിൾ മരത്തിൽ ആയിരക്കണക്കിന് ആപ്പിളുകളുണ്ട്. ആ ആപ്പിളുകൾക്കുള്ളിലെല്ലാം ഇതുപോലെ വീണ്ടും വിത്തുകളുണ്ട്. ആ വിത്തുകൾക്കുള്ളിലെല്ലാം വീണ്ടും മരങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ സഭ മനുഷ്യരുടെ ഇടയിലേക്ക് വെളിപ്പെടുമ്പോൾ അത് പരിശുദ്ധ മറിയത്തിലാണ് വചനം മാംസമായി തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവപുത്രന് സ്വർഗത്തിൽ പിതാവുണ്ട്, പക്ഷെ അവിടെ മാതാവില്ല. എന്നാൽ ഭൂമിയിൽ മാതാവുണ്ട്, പക്ഷേ ഇവിടെ പിതാവില്ല. യേശു കർത്താവിന് മാനുഷിക പിതാവില്ല, പക്ഷെ ഒരു മാനുഷിക മാതാവുണ്ട്. യേശു കർത്താവിന് സ്വർഗത്തിൽ ദൈവിക മാതാവല്ല, പിതാവുണ്ട്. അപ്പൊ നമ്മൾ വിശ്വാസ പ്രമാണം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടറിയാം. പക്ഷെ ക്രിസ്തു യേശു അവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. അവന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നമ്മൾ വേർപിരിക്കുന്നില്ല. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വേർപിരിക്കുന്നില്ല എന്നുള്ള വിശ്വാസ സത്യമാണ് എഫേസോസിലെ സുന്നഹദോസിൽ പ്രഖ്യാപിച്ചത്. എഫേസോസ് സുന്നഹദോസിലേക്ക് നയിച്ചത് നെസ്തോറിയൻ എന്ന ബിഷപ്പിന്റെ വികലമായ പഠിപ്പിക്കലുകളാണ് ക്രിസ്തുശാസ്ത്രത്തെ സംബന്ധിച്ച്. അലക്സാണ്ട്രിയയിലെ സിറിലും നെസ്തോറിയനും തമ്മിൽ കത്തിടപാടുകൾ ഉണ്ടാവുകയും ആ തർക്കം സഭയിൽ വലിയ കലക്കമുണ്ടാക്കുകയും ക്രിസ്തു ആര് എന്നുള്ള ചോദ്യം
അതാണ് ഏറ്റവും കാതലായ ചോദ്യം. ഇന്നും പല ആളുകൾക്കും ഉത്തരം കിട്ടാത്തതും പല ആളുകളും ഇടറിപ്പോകുന്നതും യേശു ആര് എന്നുള്ളതിലാണ്. യേശു കർത്താവ് പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ക്രിസ്തുവിൽ അനേകർ ഇടറി, കാരണം അവൻ മനുഷ്യപുത്രനാണ് എന്നുള്ളതിൽ പലരും ഇടറിപ്പോയി. പരിശുദ്ധ സഭയ്ക്ക് യാതൊരു ഇടർച്ചയുമില്ല. അവൻ ഭേദം കൂടാതെ മനുഷ്യനായി. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് നമ്മുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ് പ്രസംഗിച്ചു. അപ്പൊ അലക്സാണ്ട്രിയയിലെ സിറിൽ ഉദ്ദേശിച്ചെന്താണെന്ന് പിൽക്കാലത്ത് പലരും തെറ്റിദ്ധരിച്ചു. അങ്ങനെ അലക്സാണ്ട്രിയയിലെ സിറിലും നെസ്തോറിനുമായിട്ടുള്ള തർക്കം മൂത്തപ്പോ എഫേസോസ് ഉന്നതദോസ് വിളിച്ചുകൂട്ടുകയും എഫേസോസ് ഉന്നതദോസിൽ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മറിയം ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മേരി ഹോളി തിയോട്ടോക്കോസ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഈ വിശ്വാസ സത്യമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസം. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വിശ്വാസം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകും. അതേത് സഭയുടെ ആയാലും. ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കൽ ഫൗണ്ടേഷൻ, അതിൻ്റെ യുക്തിപരമായ അടിസ്ഥാനം മറിയം ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസത്തിലാണ്. ഇന്ന് പല ആളുകൾ അതിനെതിരായി പ്രസംഗിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവർ മുഖാമുഖ സംവാദത്തിലേക്ക് വരത്തില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞു തരിക, മറിയം ദൈവമാതാവല്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്നത്? മറിയം ദൈവമാതാവല്ലാതെ ക്രിസ്തീയ വിശ്വാസത്തിന് നിലനിൽപ്പില്ല. പിന്നെ ആ ഒരു സംവാദത്തിലേക്ക് വരാതെ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകാതെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് നടക്കാം എന്നുള്ളതല്ലാതെ ദൈവശാസ്ത്രം അടിസ്ഥാനപരമായി, യുക്തിപരമായി, യുക്തിസഹമായി വിശദീകരിക്കണമെങ്കിൽ മറിയം ദൈവമാതാവാണെന്ന് അംഗീകരിച്ചേ മതിയാവും. അപ്പൊ അതാണ് പരിശുദ്ധ സഭ ചെയ്തത്. അതാണ് പിൽക്കാലത്ത് സേവേറിയോസ് പാത്രിയർക്കീസ് ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ് അദ്ദേഹം അത് പ്രസംഗിച്ച്, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പം പരിശുദ്ധ അമ്മയും സഭയും രണ്ടല്ല, മറിച്ച് ഒന്നാണ്. പെർസോണിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്, ദാറ്റ് ഈസ് മേരി ദ ഹോളി തിയോട്ടോക്കോസ്. അപ്പോൾ സഭ തന്നെയാണ് പരിശുദ്ധ അമ്മ. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം പരിശുദ്ധ അമ്മയുടെ കുക്കിലിയോനായിട്ട്, അല്ലെങ്കിൽ ദൈവമാതാവിന്റെ കുക്കിലിയോനായിട്ട് സഭ നിർവചിക്കുന്നത്. ഇപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു വൈകാരികമായിട്ട്. ഇപ്പൊ ഒരാൾ വന്ന് എന്നോട് ചോദിക്കുക, ഈ 45-ാം സങ്കീർത്തനം ഇതെന്ന് തൊട്ടാണ് ദൈവമാതാവിന്റെ കുക്കിലിയോനായത്? ഈ 45-ാം സങ്കീർത്തനം പരിശുദ്ധ മാതാവിനെ പറ്റിയുള്ള പ്രവചനമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ദാവീദ് ഇത് പറയുമ്പോ ഇത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണോ പറയുന്നത്? ഗബ്രിയേൽ ദൂതൻ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നു. ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വന്ന ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മാതാവിന്റെ മുമ്പിൽ നിന്ന് മാതാവിനെ വന്ദിച്ചു. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിൽ കെഹാറിറ്റോമെനു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്,
ലത്തീൻ ഭാഷയിൽ ആവേ മരിയ. പുതിയ നിയമത്തിൽ നമ്മൾ 6 പ്രാവശ്യം 6 സ്ഥലത്ത് ആ രീതിയിലുള്ള തർജ്ജിമ കാണുന്നുണ്ട്. ഹെയിൽ സീസർ, സീസർ ജയിക്കട്ടെ എന്നൊക്കെ ആ കാലത്ത് പറയുമായിരുന്നു. രാജാക്കന്മാർക്ക് സ്തുതി പാടുന്നു. Saluting Mary in that manner, Angel Gabriel acknowledging that she was closer than him to God. തന്നെക്കാൾ ദൈവസന്നിധിയിൽ ആക്സസ് ഉള്ള, തന്നെക്കാൾ ഷീ ഈസ് മോർ ക്ലോസർ ടു ഗോഡ്. ദൈവസന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ പറയുകയാണ്. എന്തുകൊണ്ടാണ് മാലാഖ അങ്ങനെ പറഞ്ഞത്? ദാവീദ് സിമ്പിളായിട്ട് മകളെ എന്നാ വിളിക്കുന്നത്. കാരണം അവൾ ദാവീദ് പുത്രിയാണ്. നരവംശത്തിൽ, മനുഷ്യവർഗത്തിൽ ദാവീദിന്റെ മകളായിട്ട് ജനിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് സിമ്പിളായിട്ട് എഴുതുന്നു, അല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക. മശിഹ ദാവീദ് പുത്രനായിട്ട് വരുന്നു. പരിശുദ്ധ മറിയം ദാവീദിന്റെ പുത്രിയായിട്ട് വരുന്നു. പക്ഷേ ഗബ്രിയേൽ ദൂതൻ വേറൊരു വർഗമാണ്, മനുഷ്യവർഗമല്ല. അപ്പൊ ഈ വിശദീകരണം തരുന്നത് ഞാനല്ല. അപ്പൊ 45-ാം സങ്കീർത്തനം പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ യാക്കോബായ സഭയിലെ ആരെങ്കിലും അല്ല. ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞല്ല. ഇതെന്നാണ് ഈ വിശ്വാസമുള്ളത്? അലക്സാണ്ട്രിയയിലെ പരിശുദ്ധ അത്താനാസിയോസ് ബാവ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെ കാനനൈസ് ചെയ്ത സഭാപിതാവ് അത്തനേഷ്യസ്, അദ്ദേഹം സങ്കീർത്തനങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊരു ലേഖനം എഴുതി. സങ്കീർത്തനങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മാർഷലിനസിന് ഒരു കത്തയക്കുന്നുണ്ട്. അത്തനാസിയസ്, അലക്സാണ്ട്രിയയിലെ അത്തനാസിയസിന്റെ ആ പരിശുദ്ധ പിതാവിന്റെ കത്തിൽ അദ്ദേഹം 45-ാം സങ്കീർത്തനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ സങ്കീർത്തനങ്ങളും എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിന്റെ പൊതു നിയമങ്ങൾ ഒക്കെയുണ്ട്. ഒരു ചെറിയ കത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത്തനേഷ്യസിന്റെ കത്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഈ സങ്കീർത്തനം സംശയമില്ലാതെ പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. യാതൊരു സംശയവുമില്ല ഇത്. അത് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് അതങ്ങനെയാകുന്നു വളരെ വളരെ ആധികാരികമായിട്ട് പറയുകയാണ്. ഇപ്പൊ പുതിയ നിയമത്തിന്റെ കാനോനീകരണം നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ ഈ 45-ാം സങ്കീർത്തനം പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞത് ആരാണ്? അത്താനാസിയോസ് ബാവ പറഞ്ഞ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് കത്തയക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആൻഡ് സോ ഫാർ ഫ്രം ബീയിങ് ഇഗ്നോറന്റ് ഓഫ് ദ കമ്മിങ് ഓഫ് മെസ്സായ, he makes mention of it first and foremost in Psalms 45. Thy throne, O God, is forever and ever.
A scepter of justice is the scepter of thy kingdom. Thou hast loved righteousness and hated lawlessness. Wherefore God, even thy God, has anointed thee with the oil of gladness above thy fellows. Further, lest anyone should think this coming was in appearance only. അപ്പോൾ അവിടുന്ന് പറയാണ്, the most highest founded here. It says, and that it is equivalent to saying that the word was God, all things were made by him, and the word became flesh. Neither is the psalmist silent about the fact that he should be born of a virgin, nor he underlines it straight away in Psalms 45, which we were quoting but a moment since. Hearken, O daughter, he says, and see, and incline thine ear, and forget thine own people and thy father's house, for the king has desired thy beauty, and he is thy Lord. Is not this like what Gabriel said? Hail, thou art full of grace, the Lord is with thee. ഇപ്പൊ സങ്കീർത്തനങ്ങൾ 45-10 വാക്യത്തെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യവുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് കത്തയച്ചത് അത്താനാസ്യോസ് പിതാവാണ്. ഈ അടുത്ത കാലത്തായിട്ട് അത്താനാഷ്യോസിനെയൊക്കെ ഉദ്ധരിക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചില ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ ഒരു പാരമ്പര്യം, ഇപ്പൊ ഈ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഇത് ചൊല്ലാൻ തുടങ്ങിയ ആ കുക്കിഡിയോന്റെ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പാരമ്പര്യം ചുരുങ്ങിയത് 1700 വർഷം പുറകോട്ട് പോയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഇത് 2000 വർഷമായിട്ടും ചൊല്ലുന്നതാണ്. പക്ഷെ ഈ റിട്ടൺ ഡോക്യുമെന്റൽ എവിഡൻസ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഉദ്ധരിച്ചത്. അറിയാം, സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച് നമ്മുടെ പാത്രിയർക്കീസ് മോർ സേവറിയോസ്. ഇവിടെ നമ്മൾ നോക്കുക, ഇപ്പൊ ഇദ്ദേഹം പറയാണ്, അത്തനേഷ്യസ് പറയാണ്, for the psalmist having called him the anointed one, that is Messiah, forthwith declares his human birth by saying, hearken, O daughter, and see, the only difference being that Gabriel addresses Mary by an epithet because he is of another race from her, while David fitly calls her his own daughter because it was from him that she should spring. ഞാൻ പറഞ്ഞല്ലിത് ഇത് അത്താനാസ്യസിന്റെ വ്യാഖ്യാനമാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഗബ്രിയേൽ അങ്ങനെ പറഞ്ഞത് ഗബ്രിയേൽ മാലാഖ ആയതുകൊണ്ടാണ്. പക്ഷെ ദാവീദ് മകളെ എന്ന് വിളിക്കുന്നത്, കുമാരി എന്ന് എഴുതുന്നത് തന്നിൽ നിന്ന് ഉത്ഭവിക്കാനിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ യാതൊരു സംശയമില്ലാതെ, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. പരിശുദ്ധ അമ്മ സഭയുടെ ആൾരൂപമായി നിലനിൽക്കുന്നു. ഇപ്പൊ അത്താനേഷ്യസ് പറഞ്ഞെന്ന് പറഞ്ഞാലും, സഭ 1700 വർഷമായി പാടുന്നു എന്ന് പറഞ്ഞാലും, നമുക്ക് ചില ആളുകൾക്ക് അങ്ങോട്ട് താല്പര്യം പോരത്. ഇനി ഈ സങ്കീർത്തനം പ്രൊഫറ്റിക്കൽ സാമാണ്, പ്രൊഫസിയാണ്, പ്രവചനിക സങ്കീർത്തനം. മശിഹയെ കുറിച്ച് നിന്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം, അതേ വാക്യമാണ് എബ്രായ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കൺവിക്ഷന് വേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. കൺവിക്ഷന് വേണ്ടി 45-ാം സങ്കീർത്തനം 16-ാം വാക്യം പ്രൊഫസിയാണ്, ശ്രദ്ധിക്കുക. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ, 17-ാം വാക്യം 45-ാം സങ്കീർത്തനം ക്ലോസ് ചെയ്യാണ്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും.
ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ഓ, ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. 45-ാം സങ്കീർത്തനം പറയുക. പരിശുദ്ധ അമ്മയെ ഇന്ന് ലോകം ഓർക്കുന്നുണ്ടെങ്കിൽ അത് പ്രവചനീകമായിട്ട് ദാവീദ് രാജാവ് 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സകല തലമുറകളും നിന്നെ ഓർക്കുമാറാക്കും. ഇതൊരു ദൈവപ്രവർത്തിയാണ്. ദൈവപ്രസവിത്രീ ധന്യേ കന്യകയെ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം. ധൂപ്രാർത്ഥനയുടെ മനോഹാരിത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് സത്യവിശ്വാസം. സത്യവിശ്വാസം എന്താണെന്ന് തിരിച്ചറിയുക. അത് നമ്മള് സത്യവിശ്വാസത്തിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കുക, 45-ാം സങ്കീർത്തനം ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ പറയാണ്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ഇതെന്നോട് ചില ആളുകൾ സംശയം ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തുകൊണ്ടാണ് നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്ന കുക്കിലിയോൺ മാതാവിൻ്റെതാകുന്നത്? 45-ാം സങ്കീർത്തനമല്ലേ? 45-ാം സങ്കീർത്തനം മാതാവിൻ്റെതാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് ബാവയാണ്. എത്ര സന്തോഷമായിട്ടുള്ള കാര്യം. നിന്നഴകരജൻ മോഹിപ്പാൻ നിഞ്ചനമോകായും പിതൃഗ്രഹവും ബാക്കുമോ. വിനയം കൃതൻ പാത്രോ നമലൻ ദൈവം തൻ ജനനീ കീഴിടുന്ന നൗനത്തിൻ സൗമൻ കാലം സ്ഫുരീലായിസോ. ചൊന്നാൽ മറിയാൻ നിൻ സത്യ നിന്നെ വഹിച്ചേ, ജനനേ ഗുഹയിൽ നിൻ മഹിമാവന്നെ നീ കാട്ടി. കാണുന്ന ചെറുപുൽക്കൂടിനു ചുറ്റിലുമെരുതി പാറുന്നു പരിതലേ ചിറകാറുള്ളോ സോപ്പേന്മാ. കർത്താവേ പക്ഷമുയർത്തിടുവാ അവരോടു നീ
തീർച്ചിടണമേ വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാം. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പറയാണ്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അപ്പൊ ഇന്ന് പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോ ഓഗസ്റ്റ് മാസം 1 തൊട്ട് 15 വരെ സഭ നോയമ്പിലേക്ക് പോവുകയാണ്. ആ നോയമ്പ് ശുനോയോ നോയമ്പ് പരിശുദ്ധ അമ്മയുടെ നോയമ്പാണ്. ഈ 15 ദിവസങ്ങൾ പഴയതിനേക്കാൾ പൂർവകാലങ്ങളിലേക്കാൾ അധികമായി കൂടുതൽ ആത്മവിശ്വാസത്തോടെ ദൈവശാസ്ത്ര ബോധ്യത്തോടെ പിതാക്കന്മാരുടെ വഴികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നോയമ്പ് ആചരിക്കുവാൻ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോയമ്പ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്മരണ വാഴ്വിനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്തൽ ഹെരറ്റിക് ഗ്രൂപ്പുകളിൽ പെട്ടുപോയ ആളുകൾ, നഷ്ടപ്പെട്ട വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ നമ്മൾ ഈ ഭാഗ്യത്തിൽ നിന്ന് അകന്നുപോയി. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. 45-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ആ പ്രവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അറിയാമിൻ സ്മരണം വരദായകമാകാൻ. ഒരു പട്ടക്കാരൻ ധൂപം വെക്കുമ്പോൾ അത് ദൈവം ചെയ്യിക്കുന്നതാണ്. കാരണം അത് 45-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിന്റെ നിവൃത്തിയാണ്. ദൈവം ചെയ്യിക്കുന്നതാണ്. നാം സർവാത്മന അതിനോട് ചേർന്ന് അത് പാടുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ്. സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ വലമായി രാജപാമിനിയും ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന പ്രിയ ശിഷ്യനായ യോഹന്നാനോട് യേശു കർത്താവ് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഓരോ വിശ്വസ്തനോടും, ടു ഈച്ച് ആൻഡ് എവരി ഫെയ്ത്ത്ഫുൾ, യേശു കർത്താവിന് മറ്റൊന്നും പറയാനില്ല. പലപ്പോഴും നമ്മൾ ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെ പ്രാർത്ഥനയിൽ കേൾക്കും, ക്രൂശിന്മേൽ, അല്ലെ ക്രൂശിന്റെ ചുവട്ടിൽ, അല്ലെ കുരിശിന്റെ ചുവട്ടിൽ ചെല്ലാം. കുരിശിന്റെ ചുവട്ടിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഓരോ വിശ്വാസിയും കേൾക്കുന്ന ഒരു ശബ്ദം, മൂന്നാണികളിൽ തൂങ്ങുന്ന നാഥൻ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ വലിച്ചെടുക്കുന്ന ശ്വാസത്തിനിടയിലൂടെ നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം ഇതാണ്, ഇതാ നിന്റെ അമ്മ. നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിൽ വാസ്തവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ശബ്ദം കേൾക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിന്നത് റോങ് ക്രോസിന്റെ കീഴെയാണ്. യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ കള്ളന്റെ കുരിശിന്റെ ചുവട്ടിലോ അല്ലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കാത്ത. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ശബ്ദം കേൾക്കും, ഇതാ നിന്റെ അമ്മ. അതാണ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ.
കുരിശിന്റെ ചവിട്ടിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കുരിശിന്റെ ചവിട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ സ്വീകരിക്കുക. കുരിശിന്റെ ചവിട്ടിൽ നിൽക്കാത്തവർ അമ്മയെ സ്വീകരിക്കേണ്ട, അവർക്ക് പോകും. ആ ശിഷ്യൻ അമ്മയെ കൈക്കൊണ്ടു. ലോകത്തിന്റെ മാതാവ്, അതാണ് പരിശുദ്ധ സഭ. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹായും എഴുതുന്നത്. ആ അമ്മയോട് ചേർന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൽ വസിക്കുന്നു. മീതെയുള്ള യെരൂശലേമായി പരിശുദ്ധ അമ്മയെ വരച്ചു കാണിക്കും. പെർസോണിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. അപ്പോൾ ഈ സഭയും ഈ മാതാവും രണ്ടല്ല ഒന്നാണ്. ആ ഒരു ബോധ്യത്തിലാണ് സഭ ഈ കുക്കിലിയോൻ ദേവമാതാവിന്റെ കുക്കിലിയോനായിട്ട് പാടുന്നത്. ഈ ചോദ്യം പലരോട് ചോദിച്ചു. പല ആളുകൾക്കും തൃപ്തികരമായിട്ട് ഉത്തരം നൽകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാണ് എന്നോട് ചോദിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട്, ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ സംശയം കണ്ടേക്കാം എന്നതുകൊണ്ട് ലൈവിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്ന ആ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പരിശുദ്ധ അത്താനാസ്യോസ് ബാവായ്ക്ക് കിട്ടിയ റെവലേഷനിൽ അദ്ദേഹം എഴുതി വെച്ചു. അതിനു മുമ്പ് സഭയിൽ ഈ പാരമ്പര്യമുണ്ടായി. പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ കാനോനീകരിച്ച സഭാപിതാവെന്ന നിലയ്ക്ക്, എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു സഭാപിതാവെന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം സഭാപിതാക്കന്മാർ ഇതേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നിന്നാൾ സ്തുതിയൊടു രാജമകൾ വലമായി രാജപാമിനിയും ബറോവൽ ഓഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ മറിയാമിൻ സ്മരണം വരദായകമാതാ ശുഭഹോലാബോല ബറോവൽ ഓഹോ കാദീശോ നിർത്തിയിടരുതേ മാതാവേ ഭയവാൻ പന പോലെ തളുത്തിടുമേ. ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള നോയമ്പ്, 15 നോയമ്പ് ഈ പ്രാവശ്യം മാർത്തോമ സഭക്കാരും വ്യാപകമായിട്ട് നോയമ്പ് എടുക്കുന്നുണ്ട്. ആ രീതിയിൽ മാർത്തോമ സഭയുടെ കലണ്ടറിലുണ്ട്. കഴിഞ്ഞ ബെഞ്ചമിൻ തയ്യിൽ എഴുതിയതുപോലെ
കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ ഒതുക്കത്തിലെടുക്കുന്നതല്ല. മാർത്തോമാ സഭയുടെ കലണ്ടറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാർത്തോമാക്കാർക്ക് ധൈര്യമായി ഈ പരിശുദ്ധ മാതാവിൻ്റെ നോയമ്പെടുക്കാം. ഇതാണ് സുറിയാനി പാരമ്പര്യം. യഥാർത്ഥ സുറിയാനി പാരമ്പര്യത്തിലേക്ക് എല്ലാ സുറിയാനിക്കാരും മടങ്ങണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നാശകരമായ മതഭേദങ്ങളെ നമ്മുടെ ഇടയിൽ നുഴയിച്ചു കയറ്റുകയും നമ്മുടെ ഇടയിൽ ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളും ഉളവാക്കുകയും നമ്മളെ ഭിന്നിപ്പിക്കുകയും ഛിദ്രിപ്പിക്കുകയും നാനാ വഴിക്ക് വലിച്ചുകൊണ്ടു പോവുകയും ചെയ്ത പൈശാചിക ശക്തികളെ തിരിച്ചറിയുകയും ആ സുറിയാനി പാരമ്പര്യത്തിലേക്ക്, ആ സഭയുടെ തനിമയിലേക്ക്, ആ ഒരുമയിലേക്ക്, ആ പൂർവികതയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക്, ആ പൈതൃകത്തിലേക്ക് മടങ്ങുവാൻ സ്നേഹത്തോടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഇത് വേദവിപരീതം അല്ല. കാരണം പരിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിച്ച പരിശുദ്ധ സഭാപിതാവ് തന്നെയാണ് പറഞ്ഞത്. ഈ സങ്കീർത്തനം മാതാവിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത് മഹാഭാഗ്യവതിയും നിത്യ കന്യകയുമായ പരിശുദ്ധ മറിയമെന്നാണ് അത്താനാസ്യോസ് പരിശുദ്ധ അമ്മയെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് നമുക്കും നമ്മളെ സംബന്ധിച്ചും ഈ അമ്മ മഹാഭാഗ്യവതിയും നിത്യകന്യകയുമാണ്. അല്ലാതെ മറ്റ് ഹെരറ്റിക് ആളുകൾ പറയുന്നത് പോലെയല്ല. സഭ അതിൻ്റെ ആൾരൂപം തന്നെയാണ് മേരി. മേരി, the Holy Theotokos, is the personification of the Church of Jesus Christ. May God bless you. Thank you.